അപ്പോൾ മോക്കും വത്തക്കാൻ്റെ പീസുകളാണ് വേണ്ടതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വത്തക്ക ഇങ്ങനെ ജസ്റ്റ് വെള്ളം പഞ്ചാര വെച്ച് ഇങ്ങനെ കലക്കി വെക്കൂലേ, അതാണ് വേണ്ടത്. അത് ഞങ്ങൾ 2 രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വെച്ചില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതേ ഞങ്ങൾ അഞ്ചുരിയാർ മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ. കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, പ്ലേറ്റ്, സ്പൂണ്, ഞാമിക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണേ. അത് എടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് പോകാനുള്ളൂ. അപ്പോൾ അതേ ബസ് വന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഏട്ടൻ്റെ കമ്പനി ബസ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട സമയം വൈകുന്നേരം ആയതുകൊണ്ടും ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വണ്ടി കേട്ടോ അത്. ആ വണ്ടിയിൽ ഞങ്ങൾ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അഞ്ചുരിയാർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഞാനാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണട്ടെ, നല്ല വീലും ബസ്സൊക്കെ അല്ലേ, ആദ്യമായിട്ട് കയറാനുള്ള ബസ്സിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇങ്ങനെ കളിക്കട്ടാവും. അങ്ങനെ നമ്മൾ അഞ്ചുരിയാർ മാർക്കറ്റിൽ എത്തിയിട്ടാ. ഇത് സെക്കൻഡ് ഷോപ്പാണ് തോന്നുന്നുണ്ട് അവരുടെ. ഫസ്റ്റ് വേറൊരു ഷോപ്പും കൂടി ഉണ്ട് അഞ്ചുരിയാർ മാർക്കറ്റിൽ. ഇത് പുതിയതായിട്ട് വന്നതാട്ടോ. അപ്പോൾ വന്ന പഠനം ആസ് യൂഷ്വൽ ഞാൻ മീനാ കോട്ടയിൽ ഇരുത്തിയിട്ടാണ്. ഞാനിത് ഈ ഒരു ടിന്നുകളെല്ലാം കൂടി ഇങ്ങനെ കുത്തനാട്ടിക്ക് വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. ഇത്രയും ഹൈറ്റിൽ വെച്ചത് കണ്ട് ഞാൻ അങ്ങനെ അന്ത വിട്ട് നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വെളുത്തുള്ളിയൊക്കെ നോക്കിയാൽ എന്ത് രസമാണ് കാണാൻ, വൈറ്റ് കളർ. ഇവിടെ അവിടത്തേക്കാണെങ്കിൽ നാട്ടിലത്തൊക്കെ ചിലത് കറുപ്പും ചിലത് പൊട്ടിയതും അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. ഇവിടുത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി വെളുത്തുള്ളികളൊക്കെ ആട്ടാ. പിന്നെ ഞാൻ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടോ, കോട്ടൻ്റെ അകത്തുനിന്ന്. പിന്നെ വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് മര്യാദയ്ക്ക് സാധനങ്ങളൊന്നും നോക്കിയിരിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടാണ്. പിന്നെ സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്തതേ നമ്മൾ വണ്ടി വരാൻ വേണ്ടി കാത്തു കേട്ടോ, വെയിറ്റ് ചെയ്യുന്നത്. അവർ ഡ്രൈവർ ചേട്ടൻ അവർ വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ അപ്പയും മോളും കൂടി നല്ല കളിയില്ല കേട്ടോ. കുറച്ച് നേരം എടുത്ത് നിന്നു. പിന്നെ ഞാൻ ഓടി കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കട്ടോ വണ്ടി വരാൻ. ചെറിയാട്ടോ ഇത് ടോമാണ്, ഇത് ജെറിയാണ്. ജെറി ടോമിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു. അങ്ങനെ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ടാ. പിന്നെ അപ്പോഴത്തെ അടുത്ത് കഷ്ടപ്പെടുത്തിക്കുന്നിട്ടാ. കാരണം അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, നിലത്തുനിന്നുള്ള സാധനം പെറുക്കി എടുക്കുക, അങ്ങനെ ഇങ്ങനെ കറക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ഞാൻ. അത് കഴിഞ്ഞേരം അപ്പോഴത്തേക്ക് ആ ചേട്ടൻ വന്നിട്ടാവും. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാൻ പോയി ഫാമിലി സെക്ഷൻ എടുത്ത്. അവിടെ ഞാൻ എനിക്കൊരു ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനെ ഓടി കളിക്കാഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം എന്നിട്ട് അപ്പോഴത്തെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു നോക്കിട്ടോ. പക്ഷേ രക്ഷ ഉണ്ടായിരുന്നില്ല. രണ്ടിൻ്റെ ഒക്കെ നോക്കിയിരുന്നു. പിന്നെ വീണ്ടും ഫോണൊന്നും വേണ്ടെങ്കിൽ താഴെ ഇറങ്ങണം എന്നാണ് കരച്ചിലിരുന്നത്. അവസാനം എന്നിട്ട് അതുമ്പോൾ ഇറക്കിയിട്ടോ. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി. അപ്പോഴത്തേ ഫുഡ് വന്ന്. പിന്നെ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ റൂമിലെത്തിയ പാട് എന്താ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഉള്ളൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലാത്ത സാധനങ്ങളൊക്കെ എല്ലാ സ്ഥലത്ത് വെക്കണം. നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ എനിക്ക് നല്ല പനി തുടങ്ങിയിട്ടോ. പനി പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അപ്പോഴും വന്ന്, പിന്നെ കുഞ്ഞിന് വന്ന്, അങ്ങനെ ഫുൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഒരു കളി ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. പുതിയ വീഡിയോ കണ്ടിരിക്കും.